നമസ്കാരം. പലരും പറയാറുണ്ട് എൻ്റെ ഭർത്താവ് പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾ പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ പിണങ്ങിപ്പോയി. വശ്യം എന്നാണ് നമ്മൾ അതിനെ പറയുക. നമ്മളോട് വശ്യത ഉണ്ടാകുക. കല്യാണത്തിന് വിവാഹത്തിന് ജാതകം നോക്കുമ്പോൾ വശ്യപ്പൊരുത്തം ഇല്ലെങ്കിൽ മാനസികമായിട്ട് വശ്യം അല്ലെങ്കിൽ സ്നേഹം വളരെ കുറവായിരിക്കും. വശ്യപ്പൊരുത്തമില്ലാത്തൊരു ജാതകത്തിൽ പരസ്പരം ലൗകിക അട്രാക്ഷൻ, ലൗകിക സുഖങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഈ വശ്യം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ നിരുപദ്രവകരമായ നിർദോഷകരവുമായ മാർഗത്തിൽ കൂടി എതിർ ലിംഗത്തിലുള്ള ആളെ ആകർഷിക്കാൻ, ഇവൻ പണമാണെങ്കിൽ പോലും അതിനെ ആകർഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് വശ്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വശ്യം വചനകാരിത്വം എന്നാണ് പറയുന്നത്, എന്നാണ് തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ. വശ്യം വചനകാരിത്വം തന്ത്രഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് വശ്യത്തെ പറ്റി വിവക്ഷിച്ചിരിക്കുന്ന അർത്ഥം തന്നെ. ഒരുവന് ഒരുവളോട് അല്ലെങ്കിൽ ഒരുവൾക്ക് ഒരുവനോട് പരസ്പരം ഇഷ്ടം തോന്നുന്നു എങ്കിൽ ഒരാള് ആ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മറ്റേയാൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ, ആ എതിർലിംഗത്തെ നമ്മൾ ആ ഇഷ്ടം അറിയിച്ചിട്ടും അയാൾക്ക് നമ്മളോട് ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ക്രിയയാണ് വശ്യം എന്ന് പറയുന്നത്. എല്ലാ വഴികളും അടയുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ വശ്യം മന്ത്രം കൊണ്ട് വശ്യക്രിയ ചെയ്യുന്നത് ഉത്തമമാണ്. വശ്യം, വശ്യമന്ത്രം, വശ്യക്രിയ, വശ്യയന്ത്രധാരണം ഇതൊക്കെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ സാധിക്കും.